കൽവത്തി, കോഞ്ചേരി, തുരുത്തി നിവാസികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇരട്ട ഭവന സമുച്ചയങ്ങൾ ഒരുങ്ങുന്നത്. കോർപ്പറേഷൻ പദ്ധതിയിലാണ് ഒന്നാമത്തെ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സമുച്ചയം കോർപ്പറേഷനു വേണ്ടി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡും നിർമ്മിച്ചു. ഇരട്ട ഭവന സമുച്ചയങ്ങൾ തുറന്നു നൽകുന്നതോടെ 394 കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് ലഭിക്കും. ഈ മാസം അവസാനത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ഈ കുടുംബഭവനം. 398 പേർക്കാണ്, 198ഉം 200ഉം റേലി 200 പേർക്കും 190 ലൈഫിലോട്ടാണ് ഇപ്പോൾ മാറ്റിയേക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഭവന വിജയമാണിത്. അതിന് ഏറ്റവും കൂടുതൽ പിണറായി സർക്കാരിനെ അഭിനന്ദിക്കുന്നതാണ്. കാരണം ഇതിൻ്റെ ഫണ്ട് കേന്ദ്രവും സംസ്ഥാനവും കോർപ്പറേഷൻ കൂടിയാണ്. കോർപ്പറേഷൻ ഫണ്ടാണെങ്കിൽ 15 വർഷത്തോളം ഇതിൻ്റെ പണി ആരംഭിച്ചപ്പോൾ ഒന്നാം ഫ്ലാറ്റ് തുരുത്തി ഒന്നാം ടവർ ആരംഭിച്ചിട്ട് നിരന്തരം വിട്ടുപോയി കൊണ്ടിരുന്നു. അനിൽകുമാർ മേയറായി വന്നതിന് ശേഷമാണ് പണി പുനഃ ആരംഭിക്കുന്നത്. സൗമ്യ ജൈനും വിനോദും ഒക്കെ ആയിരുന്നു അന്നത്തെ മേയർമാർ. ആ പണി പൂർത്തീകരിക്കാൻ ഈ ഫ്ലാറ്റ് 2 വർഷമായിട്ടുള്ളൂ പണി ഫയലിംഗ് തുടങ്ങി പണി പൂർത്തീകരിച്ചത്. അതും ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ്. ഈ വരുന്ന 23-24 തീയതി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിവ് കിട്ടിയത്. അത് ഔദ്യോഗികമായിട്ട് അറിഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ വിജയമാണ്, സർക്കാരിൻ്റെ വിജയം തന്നെയാണിത്. ഇതിൽ മേയറും നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. നമ്മളെ ഡിവിഷൻ കൗൺസിലറും ഇതിന് മേയറിനോട് കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടിയാണ്. തോളോട് ചേർന്ന് ഡിവിഷൻ കൗൺസിലറും അതിന് പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതാണ് പറയാനുള്ളത്. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഗ്യാസ് പ്ലാന്റ് വരാനുള്ളൂ. അത് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സമുച്ചയത്തിൽ 12 നിലകളിലായി 300 ചതുരശ്ര അടി വീതിയുള്ള 199 പാർപ്പിട യൂണിറ്റുകളും രണ്ടാമത്തെ സമുച്ചയത്തിൽ 14 നിലകളിലായി 195 പാർപ്പിട യൂണിറ്റുകളുമാണുള്ളത്. പൊതുവെ ഇതൊരു ഫോർട്ട് വെച്ച് പ്രദേശമാണെങ്കിൽ മട്ടാഞ്ചേരി എന്നൊരു പ്രദേശമായിട്ടാണ് ഇതിന് മൊത്തം അറിയപ്പെടുന്നത്. ചേരി എന്ന് പ്രത്യേകിച്ചൊരു തരം. ആ ചേരി പ്രദേശങ്ങളിൽ കൂടുതൽ ചേരിയായിട്ടുള്ള പ്രദേശമാണ് കോഞ്ചേരിയും തുരുത്തി പ്രദേശങ്ങളും. അടക്കമുള്ള കുറേ പ്രദേശങ്ങളുണ്ട് ഇവിടെ സമീപ പ്രദേശങ്ങളിലേക്ക്. ഇവിടെയൊക്കെ മനുഷ്യർ സകലവിധ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട് ദശാബ്ദങ്ങളായിട്ട് വളരെ ചുരുങ്ങിയ സൗകര്യത്തിൽ വാടകയ്ക്കും, സ്വന്തമായിട്ട് വീടില്ലാതെ വാടകയ്ക്കും, അതും വളരെ ഒരു വീട്ടിൽ തന്നെ 3-4 കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥയാണ്. ഇത് വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ഒരവസ്ഥയായിരുന്നു. ഇതിനൊരു പരിഹാരം എന്ന രീതിയിലാണ് എല്ലാവരും ഇതിനെ കണ്ടത്. അങ്ങനെയാണ് ഒന്നാമത്തെ ഫ്ലാറ്റിൻ്റെ പണി ആരംഭിക്കുന്നത്. കൊട്ടിഘോഷിക്കപ്പെട്ട ആ പരിപാടി തുടങ്ങുകയും അത് തുടങ്ങിയോടത്ത് വെച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു. കഴിഞ്ഞ 15 വർഷമായി അതവിടെ കിടക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ കിടക്കുകയാണ്. വീണ്ടും ഇതിൻ്റെ ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങി. അപ്പോഴും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പേരും വിചാരിച്ചത് അത് കിടക്കുന്നത് പോലെ തന്നെ ഇതും കിടക്കുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾ, നമുക്ക് ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിക്കൊണ്ട് വളരെ കുറഞ്ഞ കാലയളവിൽ മേയറുടെയും മുഖ്യമന്ത്രിയുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും സംയുക്ത ഫണ്ട് ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പണി മുടങ്ങിക്കിടന്ന ആ ഫ്ലാറ്റും തീർത്തു എന്ന് മാത്രമല്ല, പുതുതായി ഈ ഫ്ലാറ്റും പണി ചെയ്തു. ഇത് ഈ മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. 400ഓളം കുടുംബങ്ങൾ ഇവിടെ, നിർധനരായ ഭവനമില്ലാത്ത 400ഓളം കുടുംബങ്ങൾക്ക് ഇവിടെ കിടക്കാൻ, തലചായ്ക്കാൻ ഒരിടം കിട്ടുകയാണ്. പക്ഷികൾക്ക് പോലും, മൃഗങ്ങൾക്ക് പോലും തലചായ്ക്കാൻ ഇടമുള്ള ഈ നാട്ടിലാണ് ഈ 400ഓളം കുടുംബങ്ങളെങ്കിലും നമുക്ക് തലചായ്ക്കാൻ ഇടം കൊടുക്കാൻ കഴിഞ്ഞത്. അത് ഈ സർക്കാരിൻ്റെ, കോർപ്പറേഷൻ്റെയും
ഇച്ഛാശക്തി ഈ പണി തീർക്കുന്നതിലുണ്ടായിട്ടുണ്ട്. ഇതൊരു സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും കിരീടത്തിൽ അവർ ചെയ്തിട്ടുള്ള സൽപ്രവർത്തികളുടെ കിരീടത്തിൽ ഒരു പൊന്തുപോൽ കൂടി ചാർത്തുന്ന ഒരു പരിപാടിയാണ്. ആദ്യ സമുച്ചയത്തിന് 41.74 കോടി രൂപയും രണ്ടാം സമുച്ചയത്തിന് 44 കോടി രൂപയുമാണ് നിർമ്മാണ ചിലവ്. ഓരോ പാർപ്പിട യൂണിറ്റിലും ഡൈനിങ്, ലിവിംഗ് ഏരിയ, ബെഡ്റൂം, കിച്ചൺ, ബാൽക്കണി, 2 ശുചിമുറി എന്നിവയുമുണ്ട്. ഇതിനു പുറമെ സമുച്ചയത്തിനു താഴെ അങ്കണവാടി, കടമുറികൾ, പാർക്കിംഗ് സൗകര്യം എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ചേരി പുനരധിവാസ പദ്ധതി കൂടിയാണ് തുരുത്തി ഇരട്ടഭവന സമുച്ചയങ്ങൾ. ഈ ഇരട്ടഭവന സമുച്ചയങ്ങൾ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതോടുകൂടി നിരവധി ഭവനരഹിതരുടെ സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്. ക്യാമറമാൻ സജി പൂവത്തിങ്കലിനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.